നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം പഞ്ചായത്തിലെ ചേനം കരയോട് ചേർന്ന പാടശേഖരത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം നടത്തി. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വേനലിൽ പറവകൾക്ക് ദാഹജലം ഒരുക്കുന്ന നീർക്കുടം പദ്ധതിക്ക് ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ തുടക്കമായി. സ്കൂൾ മുറ്റത്തെ ആര്യവേപ്പിൽ പക്ഷികൾക്ക് ജലം ലഭ്യമാകും വിധത്തിലാണ് നീർക്കുടം ക്രമീകരിച്ചത്. ചേർപ്പ് പെരുമ്പളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. പാറളം പഞ്ചായത്തിലെ ചേനം കരയോട് ചേർന്ന പാടശേഖരത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം നടത്തി. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബി ജോസഫ് പെലിശ്ശേരി അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CM ഷക്കീർ, പ്രിയലത പ്രസാദ്, ADA CD മാലിനി, KK ജോബി, PK ഉണ്ണികൃഷ്ണൻ, CG സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. 2 ഏക്കർ വരുന്ന പാടശേഖരത്തിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. വേനലിൽ പറവകൾക്ക് ദാഹജലം ഒരുക്കുന്ന നീർക്കുടം പദ്ധതിക്ക് ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ തുടക്കമായി. സ്കൂൾ മുറ്റത്തെ ആര്യവേപ്പിൽ പക്ഷികൾക്ക് ജലം ലഭ്യമാകും വിധത്തിലാണ് നീർക്കുടം ക്രമീകരിച്ചത്. സ്കൂളുമായി ബന്ധപ്പെട്ട 280 വീടുകളിൽ പദ്ധതിയുടെ ഭാഗമായി പക്ഷികൾക്ക് ദാഹജലമൊരുക്കും. പ്രകൃതി രക്ഷ സുപോഷണവേദി ലഭ്യമാക്കിയ 280 മൺകുടങ്ങളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടത്തി. പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ MS പ്രശാന്ത്, സുസ്മിത, ധ്വനി, PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വനമിത്ര സുരേഷ് നീർക്കുടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പക്ഷികൾക്ക് ജലവും ആഹാരവും നൽകേണ്ടതിന്റെ പ്രാധാന്യവും എല്ലാ ജീവജാലങ്ങളുടെയും പ്രസക്തിയെയും കുറിച്ച് അദ്ദേഹം കുട്ടികളോട് വിവരിച്ചു. നമ്മളൊക്കെ ഭക്ഷണവും വെള്ളവും കുടിച്ച് ജീവിക്കുന്നു. മറ്റ് ജീവജാലങ്ങളും ഇത് തന്നെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും നമ്മൾ ശേഖരിക്കുന്നു, അല്ലേ? അവർക്ക് വേണ്ടത് അവർ കണ്ടെത്തി ഭക്ഷിക്കുന്നു. പക്ഷെ വേനൽക്കാലമായാൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ട്, അല്ലേ? നമ്മൾ അത് തരണം ചെയ്യുമ്പോൾ അവർക്ക് അത് കിട്ടാതെ പോകുന്നു. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണോ? ആണോ അല്ലയോ? അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ വേനൽക്കാല സമയങ്ങളിലും നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ ഭക്ഷണവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ജീവജാലങ്ങൾ, അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്, ഇല്ലേ? ആരോഗ്യ സംരക്ഷണം, അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം, വേണ്ടേ? അടുത്ത തലമുറയെ സൃഷ്ടിക്കണം, ആരോഗ്യവാന്മാരായിട്ടുള്ള അടുത്ത തലമുറയെ സൃഷ്ടിക്കണം, അല്ലേ? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഈ ജീവജാലങ്ങളാണ്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം, അല്ലേ? പരാഗണങ്ങളിൽ കൂടിയും വിത്വിതരണങ്ങളിൽ കൂടിയും ഒക്കെ ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് നമ്മൾ ശേഖരിച്ച് നമ്മൾ ഭക്ഷണമായിട്ട് എടുക്കുന്നത്, അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണോ ഇതൊക്കെ? അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ശേഖരിക്കുന്നത്. ചേർപ്പ് പെരുമ്പളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സംഘടിപ്പിക്കും. ഈ മാസം 15 ഞായറാഴ്ച മുതൽ 22 ഞായറാഴ്ച വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുക. രാജശ്രീ സംഘമേശൻ തമ്പുരാൻ തൃപ്പുണിത്തുറയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ വടക്കേമഠം നാരായണഭട്ട്, ബ്രഹ്മശ്രീ പ്രശാന്ത് തിനൂർ എന്നിവർ സഹ ആചാര്യന്മാരാകും. ഈ മാസം 15 വൈകിട്ട് 5 ആചാര്യവരണവും തുടർന്ന് ഭാഗവത സപ്താഹ മാഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടക്കും. ദിവസവും രാവിലെ 6 മുതൽ 8:30 വരെയും 9 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയും വൈകിട്ട് 4:30 മുതൽ 6:30 വരെയുമാണ് യജ്ഞം നടക്കുക എന്ന്
കീർത്തി മനുഷ്യാവകാശ സമിതി സംസ്ഥാന കമ്മിറ്റി മനുഷ്യാവകാശ സംഗമവും കാരുണ്യ സ്പർശവും സമാദരണ സദസ്സും സംഘടിപ്പിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വലപ്പാട് അനുഗ്രഹ ഹാളിലാണ് ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CC മുകുന്ദൻ MLA പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA പ്രൊഫസർ KU അരുണൻ മുഖ്യപ്രഭാഷണം നടത്തും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മുഖ്യാതിഥിയാകും. ഭക്ഷ്യക്കിറ്റ് വിതരണം തൃപ്പേക്കുളം സുരേഷ് എമ്പ്രാന്തിരിയും വിത്ത് വിതരണം മികച്ച കർഷകനായ മനോജ് കല്ലിങ്ങലും നിർവഹിക്കും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. ചടങ്ങിൽ മതസൗഹാർദ്ദ സംഗമവും ഭക്ഷ്യക്കിറ്റ് വാക്കിംഗ് സ്റ്റിക്ക് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കീർത്തി മനുഷ്യാവകാശ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ചൂലൂക്കാരൻ, സംസ്ഥാന കൗൺസിൽ അംഗം PV അഷ്റഫ് ഖാൻ, അബ്ദുൽ നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ബഹുമാനായ MLA CC മുകുന്ദനാണ് അതിൻ്റെ ഉദ്ഘാടകൻ. അതിൻ്റെ മുഖ്യ പ്രഭാഷകനായിട്ട് വരുന്നത് നമ്മളെ മുൻ ഇരിഞ്ഞാലക്കുട MLA അരുണൻ മോസ്റ്റാണ്. അതോടനുബന്ധിച്ച് മറ്റു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അതിൽ പങ്കെടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ പാവപ്പെട്ട നിർധനരായ ഒരു 100 കുടുംബാദികൾക്ക് ഞങ്ങൾ 1.5 കിലോത്തിൻ്റെ ഭക്ഷ്യക്കിറ്റ് അവിടെ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഈ സംഘടന തൃശ്ശൂർ ആസ്ഥാനമാക്കി രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളതാണ്. ഇത് സംസ്ഥാനത്ത് ഒട്ടാകെ പ്രവർത്തിക്കാൻ ഉള്ള അനുമതി ഉള്ളൊരു സംഘടനയും കൂടിയാണ്. ഞങ്ങൾ ഇതിൽ മുഖ്യമായിട്ട് ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ആ കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞങ്ങൾ ഇടപെടുകയും അതിന് ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള പരിഹാരങ്ങൾ കാണുകയും ചെയ്യുന്നൊരു സംഘടനയാണ്. ഒട്ടേറെ വിഷയങ്ങളിൽ ഇതിനിടയിൽ നമ്മൾക്ക് ഇടപെടാനും അതിന് വിജയം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. 22ാമത് ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഈ മാസം 14 മുതൽ 20 വരെയാണ് ടൂർണമെന്റ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13 ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക SN കോളേജ് മാനേജർ PK പ്രസന്നൻ മുഖ്യാതിഥിയാകും. വലപ്പാട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മോഹനൻ, P വിനു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. മനപ്പള്ളി സരള ശേഖരൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും ചിറ്റിലപ്പള്ളി ആന്റണി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ളതാണ് ടൂർണമെന്റ്. ഈ മാസം 20 വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങ് ET ടൈസർ MLA ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA സമ്മാനദാനം നിർവഹിക്കുന്ന ചടങ്ങിൽ മണപ്പുറം ഫിനാൻസ് ഓഫ് ചീഫ് PRO സനോജ് ഹെർബർട്ട് മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലാൽ കച്ചില്ലം, PS ബിജോയ്, KS മണികണ്ഠൻ, PSP നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 14 22ാമത് ബൊക്ക ജൂനിയേഴ്സിൻ്റെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റാണ് നടക്കുകയാണ്. അതിൻ്റെ ആദ്യ മത്സരത്തിൽ ബ്ലൂ മാജിക് തൃശ്ശൂരും ബെസ്റ്റ് അലുമിനിയം തൃശ്ശൂരുമാണ് ഏറ്റുമുട്ടുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നാട്ടിക MLA CC മുകുന്ദനാണ്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻ മാസ്റ്റർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, 8ാം വാർഡ് മെമ്പർ തുളസി സന്തോഷ് തുടങ്ങിയ ജനപ്രതിനിധികളും മറ്റ് ഫുട്ബോൾ പ്രേമികളും അടക്കമുള്ള പഴയകാല ഫുട്ബോൾ മണപ്പുറത്തെ ഫുട്ബോൾ പ്ലേയേഴ്സും പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനിടെ ആമ്പലൂർ ദേശീയപാതയിൽ വാഹനാപകടം. കോൺക്രീറ്റ് സ്ലാബുകളിലേക്ക് കാറും ബൈക്കും ഇടിച്ചു കയറി 6 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്കും കാർ യാത്രികരായ 4 പേർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി അരമണിക്കൂർ വ്യത്യാസത്തിനിടയിലാണ് കാറും ബൈക്കും ഉൾപ്പെട്ട 2 അപകടങ്ങളും ഉണ്ടായത്. ദേശീയപാതയിൽ നിന്നുള്ള വാഹനങ്ങൾ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വഴി തിരിച്ചുവിടാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തതാണ് അപകടത്തിന് കാരണമായത്. യാത്രക്കിടെ റോഡ് തിരിച്ചറിയാൻ കഴിയാതെ കൂട്ടിയിട്ട സ്ലാബുകളിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറിയായിരുന്നു അപകടം.
നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതോടെ വെള്ളിയാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് അപകട സൂചനാ ബോർഡും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. തൃപ്രയാർ ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറം 40ാം വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും. ഉച്ചയ്ക്ക് 2-ന് നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ബാലകൃഷ്ണൻ അഞ്ചത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ അമ്പിളി മുഖ്യാതിഥിയാകും. ഓട്ടൻതുള്ളൽ കലാകാരൻ പഴവിൽ ഗോപിനാഥ്, കവി രാമചന്ദ്രൻ വേളേക്കാട്ട്, മുൻകാല വോളിബോൾ താരം ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. റെയിൽവേ ഉദ്യോഗസ്ഥനായ പിതാവ് വീരമംഗലത്ത് മൊയ്തീന്റെ സ്മരണയ്ക്കായി മകളും കവയിത്രിയുമായ നോമി കൃഷ്ണ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കവി രാമചന്ദ്രൻ വേളേക്കാട്ടിന് സമ്മാനിക്കുക. പെരുങ്ങോട്ടുകര സീതാശ്രമം സ്ഥാപകൻ പരമസാര ബിന്ദു അനുഗ്രഹ സന്ദേശം നൽകും. ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറം നടത്തിയ കഥാരചനാ മത്സരത്തിൽ വിജയിച്ച ഇരിങ്ങാലക്കുട ബാബുരാജിനെ ചടങ്ങിൽ അനുമോദിക്കും. ജോസഫ് ഓടക്കാരിക്കാണ് 2ാം സമ്മാനം. ചടങ്ങിൽ ഗായകൻ രവീന്ദ്രൻ ആനേശ്വരത്തിന്റെ നേതൃത്വത്തിൽ സീതാശ്രമം ഗായക സംഘം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറം ചെയർമാൻ ഫ്രാൻസിസ് വടക്കൻ, സെക്രട്ടറി കെ ദിനേശ് രാജ, ട്രഷററും കോർഡിനേറ്ററുമായ നോമി കൃഷ്ണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1986 ആരംഭിച്ച ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറം എന്ന് പറയുന്ന സാഹിത്യ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരെ, എഴുത്തുകാരെ അവരെ പ്രോത്സാഹിപ്പിക്കുക, രംഗത്ത് കൊണ്ടുവരിക, ആരും ശ്രദ്ധിക്കാതിരിക്കുന്നവരെ മുന്നിട്ട് കൊണ്ടുവരിക. തന്നെയല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രതിഭകളായിരിക്കുന്ന എഴുത്തുകാരെ, പ്രാസംഗികരെ അവരെ കൊണ്ടുവന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. അത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. ഏതാണ്ടൊരു 8 വർഷങ്ങളായിട്ട് ഇത് മുടങ്ങിക്കിടക്കുക. ഞാൻ ഇതിൻ്റെ സ്ഥാപനമായിട്ട് എനിക്ക് ഫ്രണ്ട്സ് ബുക്സ് ഉണ്ടായിരുന്നു. അതൊരു 6 വർഷമായിട്ട് നിർത്തിവെച്ചു. അത് കുറെ ജീവിത പ്രശ്നങ്ങളാണ്. പിന്നെ സുകുമാരരാജ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ബാലേന്ദ്രൻ മടക്കെടുത്താണ്. ചേർപ്പ് പെരുമ്പിളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണഊട്ട് ഈ മാസം 16-ന് തിങ്കളാഴ്ച നടക്കും. ഈ മാസം 28-ന് ശനിയാഴ്ചയാണ് ദ്വാദശി ഊട്ട്. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ചൂട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, നാമജപം എന്നിവ നടക്കും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രസാദ ഊട്ട് വിതരണം നടക്കും. വൈകിട്ട് നിർമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8943070399 9633531374. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം പഞ്ചായത്തിലെ ചേനം കരയോട് ചേർന്ന പാടശേഖരത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം നടത്തി. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വേനലിൽ പറവകൾക്ക് ദാഹജലം ഒരുക്കുന്ന നീർക്കുടം പദ്ധതിക്ക് ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ തുടക്കമായി. സ്കൂൾ മുറ്റത്തെ ആര്യവേപ്പിൽ പക്ഷികൾക്ക് ജലം ലഭ്യമാകും വിധത്തിലാണ് നീർക്കുടം ക്രമീകരിച്ചത്. ചേർപ്പ് പെരുമ്പിളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സംഘടിപ്പിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.